അവൾക്ക് ആ കാശ് ആരോ കൊടുത്ത് സഹായിച്ചതാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഉറപ്പായും അവൾ അത് ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. നോക്കിയാലോ? മാർച്ച് 9, എന്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ദിവസം. ഇന്ന് ഞാൻ ഡ്രീംസ് ഓൺ ഡ്രീംസിൽ ജോലിക്ക് ജോയിൻ ചെയ്തു. വൈകിട്ട് സലോമിക്ക് എന്റെ വക ട്രീറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഉണ്ണി മുകുന്ദൻ വന്ന് അത് കൊളാക്കി. എനിക്ക് ജോലി കിട്ടിയതിൽ എല്ലാവർക്കും സന്തോഷായി. പക്ഷെ പതിവ് പോലെ രാത്രിയിൽ ചേച്ചിയായിട്ട് വഴക്കുണ്ടാക്കേണ്ടി വന്നു. ഇത് മുഴുവൻ കഥയും കവിതയും മാത്രമേ ഉള്ളൂ. ഇത് ഡയമണ്ട് ആണല്ലോ. ഇവൾക്ക് ഇത് എവിടുന്നാ? മര്യാദയ്ക്ക് പറഞ്ഞോ, എവിടുന്നാ നിനക്കാ കാശ്? എനിക്ക് കാശ് എങ്ങനെ കിട്ടിയതാണെന്ന് ഞാൻ പറയാം. പക്ഷെ അത് ഇപ്പൊ പറയാൻ പറ്റില്ല. എന്നെ ഒരാള് സഹായിച്ചതാണെന്ന് മാത്രം ഇപ്പൊ അറിഞ്ഞാ മതി. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും ഇവൾക്കിത് ആ കാശ് കൊടുത്ത് സഹായിച്ച ആള് തന്നെ സമ്മാനിച്ചതായിരിക്കും. ഇവിടെ ഉള്ളവരെ പേടിച്ചിട്ടായിരിക്കും അവളിത് രഹസ്യമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നേ. ദയാ, നീ ഇന്നിങ്ങ് വാ. നിന്റെ എല്ലാ കള്ളത്തരവും ഞാൻ പൊളിച്ചെടുക്കും. ഈ പേര് കേട്ടാ നീ ചാടിത്തുള്ളി നോ പറയുന്ന എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ടാ ശരിക്കും ആലോചിച്ചിട്ടൊരു മറുപടി പറഞ്ഞാൽ മതിയെന്ന് ഞാൻ പറഞ്ഞത്. വേണ്ട സലോമി, ഈ വിഷയത്തിൽ എത്ര ആലോചിച്ചാലും എന്റെ മറുപടി ഇത് തന്നെ ആയിരിക്കും. വേറെ ആരാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ആ ഉണ്ണി മൂന്തൻ അയാള് ശരിയാവില്ല. എന്നാ പിന്നെ പൊന്നു മോൾ ഒരു കാര്യം ചെയ്യും, നേരെ വീട്ടിലോട് ചെന്ന് 10 ലക്ഷം രൂപ തന്ന് നിന്നെ സഹായിച്ചത് സാക്ഷാൽ ബിൽഗേറ്റ്സ് ആണെന്ന് പറ. പുള്ളിക്കാരന് ഇത്തിരി ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ ഉണ്ടേ. അയാളുടെ പേര് പറഞ്ഞ നിന്റെ അമ്മയും ചേച്ചിയും ഒക്കെ കണ്ണു അടച്ച് വിശ്വസിച്ചോളൂ. ദേ പെണ്ണെ, ഇന്നൊരു പകല് മുഴുവൻ പണിക്ക് പോവാതിരുന്ന് തല പുകച്ചിട്ടാ ഇങ്ങനൊരു ഐഡിയ കിട്ടിയത്. അത് പറഞ്ഞപ്പോ നീ വലിയ മസിൽ പിടിക്കാനാണോ ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് എന്റെ പാട്ടിനും പോവും, പറഞ്ഞേക്കാം. അതല്ല സലോമി, അന്നത്തെ അമ്പിളിയമ്മയുടെ പ്രകടനത്തോടെ ഈ ഉണ്ണി മൂന്നന്റെ ശല്യവും ഒന്ന് ഒഴിവായി കിട്ടിയതാ. പിന്നെ അയാൾ ഇതിലേക്ക് വലിച്ചഴക്കുമ്പോ അത് പാരയാവില്ലേ? എന്നാ പാരയാവുന്ന നീ പറയുന്നേ? ഇനി അഥവാ പാരയാൻ തന്നെ ഇരിക്കട്ടെ, ഇപ്പൊ നിന്റെ കഴുത്തിൽ ചുറ്റിയിരിക്കുന്ന വള്ളിക്കെട്ടിനേക്കാളും വലുതല്ലോ ഈ ഉണ്ണിമുഖൻ എന്ന സ്നേഹപ്പാര. ദേ, നിന്റെ മുന്നിൽ ഇപ്പൊ 2 വഴികളേ ഉള്ളൂ. ഒന്ന് ഈ കാശിന്റെ യഥാർത്ഥ സ്പോൺസറിനെ വെളിപ്പെടുത്തണം, അല്ലെങ്കിൽ ഇത്രയും കാശ് മറിക്കാൻ കഴിവുള്ള നിനക്കറിയാവുന്ന ഒരാളുടെ പേര് പറയണം. നിന്റെ നവീൻ സാറിന്റെ പേര് പറയാൻ എന്തായാലും നിനക്ക് ഉദ്ദേശമില്ലല്ലോ. അപ്പൊ പിന്നെ തലയൂരാൻ ഇതേ ഉള്ളു വഴി. ഉണ്ണിമുകുന്ദനാണ് നിനക്ക് കാശ് തന്നേന്ന് പറഞ്ഞാ നിന്റെ വീട്ടുകാരത് വിശ്വസിക്കുകയും ചെയ്യും. കാശ് തന്ന് സഹായിച്ചതിന്റെ പിന്നിൽ നിന്നോടുള്ള ഇഷ്ടമാണെന്ന് അവർക്ക് കരുതാൻ ജെന്യൂനായ ഒരു കാരണമുണ്ട്. അത് ശരിയാ, പക്ഷെ എന്നാലും ഞാനൊരു ഐഡിയ പറയട്ടെ. ലോനച്ചന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നീയും ക്രിസ്റ്റി ചേട്ടനും കൂടിയാണ് എനിക്ക് ക്യാഷ് അറേഞ്ച് ചെയ്തതെന്ന് പറഞ്ഞാലോ? ആ, നല്ല ബെസ്റ്റ് ഐഡിയ. പുഴുങ്ങി തിന്നാൻ എന്നെ പുളിങ്കുരു ഉണ്ടായിട്ടാ ഞങ്ങൾ നിന്നെ സഹായിക്കുന്നത്. ഇനി അഥവാ അങ്ങനെ പറഞ്ഞാൽ തന്നെ നിന്റെ ചേച്ചി ഉടനെ CBI കളിക്കാൻ ഇറങ്ങും. ക്രിസ്റ്റിക്ക് എവിടുന്ന ഇത്രയും കാശ് പലിശക്കെടുത്താണോ, ആര് കൊടുത്തു, സംഗതി ആകെ ചള കൊളാവും. ഇനിയിപ്പോ എന്ത് ചെയ്യും?
നടപടിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം മുത്തേ. നിന്നോടുള്ള പ്രേമം മൂത്ത് ഉണ്ണിമുകുന്ദൻ നിനക്ക് 10 ലക്ഷം രൂപ തന്നു. ലോനറ്റിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നീ ആ കാശ് വാങ്ങുകയും ചെയ്തു. അത്യാവശ്യം ആര് കേട്ടാലും ഈ കഥ വിശ്വസിക്കുകയും ചെയ്യും. എന്തു പറയുന്നു? എന്നാ അത് തന്നെ പറയാല്ലേ. പക്ഷെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ചെന്ന് അയാളോട് സംഗതി സത്യമാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ചക്കരെ. എന്ത് വഴി? പറയാം. മുകുന്ദനുണ്ണി ചേട്ടൻ ആകെ പൂത്തൊലിഞ്ഞ മട്ടാണല്ലോ. എന്നെ പറ്റി? അത് പിന്നെ ഞാൻ സലോമിയെ മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. കൂട്ടത്തിൽ ദയോ ഒപ്പം കാണുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഹായ് ദയ. ഹായ്. അതെ മുകുന്ദനുണ്ണി ചേട്ടാ, ഒരുപാട് അങ്ങ് കൊരി തരിക്കണ്ട. ഇവളുടെ അമ്മയുടെ കയ്യിൽ നിന്നേ ഹെൽമെറ്റിന് തലയ്ക്ക് അടി കൊണ്ടുവന്ന് കേട്ടല്ലോ, ശരിയാണോ? ആ അത് പിന്നെ അടി കൊണ്ടൊന്നുമല്ല, ഞാനത് തല വെച്ച് ബ്ലോക്ക് ചെയ്തതല്ലേ. ജസ്റ്റ് മിസ്. ആന്റി കുന്നം തെറ്റിപ്പോയി. അതാ ആക്ച്വലി സംഭവിച്ചത്. നീ കാര്യം പറ സലോമി, ഇല്ലെങ്കിൽ ഇയാൾ ഇപ്പോഴെങ്ങും നിർത്തില്ല. എന്താ ഒരു രഹസ്യം പറച്ചില്? കോമഡി വല്ലാണോ? അല്ല, ഇത്തിരി സീരിയസ് കാര്യ. അതെ മുകുന്ദനുണ്ണി ചേട്ടാ, ഞങ്ങൾക്ക് ചേട്ടന്റെ ഒരു ഹെൽപ്പ് വേണം. ആഹാ, അത്രേ ഉള്ളോ? ഇതൊക്കെയാണോ വലിയ കാര്യം? ധൈര്യമായിട്ട് ചോദിച്ചോ. ദയക്കുട്ടിക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാനും ഞാൻ റെഡിയാണല്ലോ. ഉറപ്പാണല്ലോ? എന്നിട്ട് പിന്നെ കാല് മാറരുത്. കാല് മാറാ? ഇതന്നെ രാജസ്ഥാൻ കാലോ? നീ എന്നെ പറ്റി അങ്ങനെയാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ദേ, എന്റെ അമ്മയാണ്. അല്ല അത് വേണ്ട. എന്റെ 5-ാമത്തെ വയസ്സിൽ മരിച്ചുപോയ എന്റെ അച്ഛനാണ് സത്യം. ദയക്കുട്ടി ഒരു സഹായം ചോദിച്ചു വന്ന ഇടം വലം നോക്കാതെ ഞാൻ അത് ചെയ്തു കൊടുത്തിരിക്കും. ഇത് സത്യം. സത്യം. ദേ, വെറുതെ കിടന്ന് തിളക്കുന്ന ആ കടലാണ് സത്യം. ധൈര്യമായിട്ട് ചോദിക്കും. ആ ചുമ്മാ ചോദിക്കുന്നേ. എന്നാ ചേട്ടന് ഇവൾക്കൊരു 10 ലക്ഷം രൂപ കൊടുക്കണം. 10 ലക്ഷം രൂപയെ ഞാൻ ഓടും. നിങ്ങളുടെ നാട്ടിൽ ഇതിനാണോ ചെറിയ ഹെൽപ്പ് എന്ന് പറയുന്നത്? ദേ, ഞാൻ വിചാരിച്ച അത്രയും കാശൊന്നും മറിക്കാൻ പറ്റില്ല. മാക്സിമം 50,000 രൂപ. അത് മതിയാവോ? മതി. അയ്യേ, 50,000? എന്നിട്ടാണോ എന്ത് ചെയ്യുന്ന പറഞ്ഞ് ഇവിടെ കിടന്ന് തള്ളി മറിച്ചത്? അല്ല അത് പിന്നെ എന്റെ ചേട്ടാ, നിങ്ങൾ ഈ കാശ് ഇവൾക്ക് കൊടുക്കണ്ട. ഇവളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ചേട്ടനെ കണ്ട് ഇവൾക്ക് കാശ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാ അതങ്ങ് സമ്മതിച്ചാ മതി. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സംഗതിയുടെ കടപ്പുവശം ചേട്ടന് ഏകദേശം മനസ്സിലായല്ലോ. ഇനി ചേട്ടന് ഞങ്ങൾ പറഞ്ഞ സഹായം ചെയ്തൂടെ? എന്താ, പറ്റില്ലേ? പറ്റും. പക്ഷെ ഒറ്റ കണ്ടീഷൻ. ഒരു കാരണവശാലും ഇതെന്റെ അമ്മ അറിയരുത്. അതൊക്കെ ഞങ്ങൾ ഏറ്റു. ആ എന്നാ പിന്നെ ഇത് ഞാനും ഏറ്റു. ഡബിൾ ഓക്കെ. ദയക്കുട്ടിക്ക് സന്തോഷായില്ലേ? താങ്ക്സ് മുകുന്ദനുണ്ണി ചേട്ടാ. ഇപ്പോഴെങ്കിലും എന്റെ പേര് ശരിക്കും ഒന്ന് വിളിച്ചല്ലോ. സന്തോഷായി ദയക്കുട്ടി. അപ്പൊ ഇക്കാര്യം ഇങ്ങനെ തീരുമാനമായ സ്ഥിതിക്ക് നീ ഇനി വിട്ടോ മോളെ. ശരി. അയ്യോ ദയക്കുട്ടി പോലെ, നമുക്കോരോ ഐസ്ക്രീം ഒക്കെ കഴിച്ച് സന്തോഷായിട്ട് പിരിയാം. അയ്യോ അത് വേണ്ട, എന്നെ വീട്ടിൽ അന്വേഷിക്കും. ഞാൻ പോവാ. സാരല്ലേട്ടാ, അവളുടെ ഐസ്ക്രീം കൂടെ ഞാൻ കഴിച്ചോളാം. എന്നാലും എന്റെ ഭാഗ്യവാനെ, കോൾ അടിച്ചല്ലോ. ഇങ്ങനെ ഒരു മഹാഭാഗ്യം ലോകത്ത് ഒരാൾക്കും കിട്ടിക്കാണില്ല. എന്ത് കോള്? കയ്യിന്നൊരു ചില്ലി കാശ് ചെലവാക്കാതെ 10 ലക്ഷം രൂപ സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി ചെലവാക്കിയ മഹാമനസ്കൻ എന്ന ക്രെഡിറ്റ് കിട്ടുന്നതേ നിസ്സാര കാര്യമാണോ മുകുന്ദനുണ്ണി ചേട്ടാ? ഹോ, ഇതറിയുമ്പോ ദയയുടെ വീട്ടുകാർക്ക് ചേട്ടനെ കുറിച്ചുള്ള ഇമേജ് മാറില്ലേ? ആണാ? പിന്നെ അല്ല പിന്നെ ഞാനിത് പൊളിക്കും. ദയയുടെ വീട്ടുകാരുടെ തെറ്റിദ്ധാരണ മാറിയിട്ട് വേണം വീണ്ടും ദയക്കുട്ടിയുടെ കാര്യം അവരോട് സംസാരിക്കാൻ. അതൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ ഡീൽ ചെയ്യാന്നേ. പിന്നെ
എന്നോട് പറയാതെ ചേട്ടനായിട്ട് ഒരു മണ്ടത്തരവും കാണിച്ചേക്കരുത്. ഒരിക്കലുമില്ല. സലോമിയോട് ചോദിച്ചിട്ടേ ഞാൻ ഇനി എന്തു ചെയ്യും. എന്നാ വിട്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. രക്ഷപ്പെട്ടു. ഇനി നിന്നാ ഇവള് കാശ് വെക്കും. അപ്പൊ ഓക്കെ. ചേട്ടാ, അയ്യോ പിടി വീണു. കാറിന് പണിയൊന്നും ഇല്ലെന്ന് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. ദാ വേണ്ടുമ്പോ ഇനിയും ചോദിച്ചാ മതി. അത് പിന്നെ എന്നോട് പ്രത്യേകം പറയണോ ചേട്ടാ? ഓക്കെ ബൈ. എല്ലാരും കട്ട സീരിയസ് ആണല്ലോ. ഇനി വേറെന്തെങ്കിലും കുഴപ്പമുണ്ടായോ? നിങ്ങൾ എന്താ കുന്തം വിഴുങ്ങിയത് പോലെ ഇങ്ങനെ ഇരുന്ന് കളഞ്ഞത്? അവളോടൊന്ന് ചോദിക്കായിരുന്നില്ലേ? നീ ഇങ്ങനെ കിടന്ന് ധൃതി പിടിക്കാതെ. അവള് വന്ന് കേറിയല്ലേ ഉള്ളൂ, ചോദിക്കാം. ആദ്യം അവളൊന്ന് സ്വസ്ഥമാവട്ടെ. ഓ, ഇനി അതിനും ജോത്സ്യനെ കണ്ട് മുഹൂർത്തം കുറിക്കണായിരിക്കും. ദേ, എന്റെ പെരുവിരലിൽ നിന്ന് പെരുത്ത് കേറുക. അവളെങ്ങനെ വിട്ടാ പറ്റില്ല. രണ്ടിലൊന്നും എനിക്ക് അറിഞ്ഞേ പറ്റൂ. നിങ്ങക്ക് വൈകി പറ, ഞാൻ ചെന്ന് ചോദിക്കാം. ലതേ, ഇതിങ്ങനെ തല്ലിയും ഭീഷണിപ്പെടുത്തിയും അറിയേണ്ട കാര്യമല്ല. ഓ, എന്നാ ചെന്ന് മോളെ മടിയിലിരുത്തി പുന്നാരിക്കും. അപ്പൊ പൊന്നുമോൾ എല്ലാം പറയിപ്പോ. എന്താന്ന് വെച്ചാ ചെയ്. ഇവിടെ നിന്ന് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. കുറച്ച് കഴിയുമ്പോൾ മോള് പോയി അവളോടൊന്ന് സംസാരിക്കേ. നിങ്ങൾ തമ്മിലാവുമ്പോ കുറച്ചുകൂടി തുറന്ന് സംസാരിക്കാൻ പറ്റുമല്ലോ. എന്താ അവള് പറയണേന്ന് നോക്കട്ടെ. ദയാ, എന്താ ചേച്ചി? നീ ഫ്രീ ആണോ? എനിക്കൊരല്പം സംസാരിക്കാനുണ്ട്. എന്താ? ഞാൻ ചോദിക്കുന്നതിന് സത്യസന്ധമായിട്ട് മറുപടി പറയണം. നിനക്ക് ആരെങ്കിലുമായിട്ട് അഫയർ ഉണ്ടോ? ദയാ, നിന്നോടാ ചോദിച്ചത്. ആരെങ്കിലും നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോന്ന്? എന്നോടാരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കാരോടും അങ്ങനെ ഒരു ഇഷ്ടമില്ല. പോരെ? ചേച്ചിക്ക് എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? കാര്യമുണ്ട്. നീ പറഞ്ഞതുപോലെ നിന്നെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ റിങ് നിനക്ക് എവിടെന്നാ കിട്ടിയത്? എന്താടി ഉത്തരം മുട്ടിപ്പോയോ നിനക്ക്? പറ, ആരാ നിനക്കിത് സമ്മാനിച്ചേ? എനിക്കിതാരും തന്നൊന്നുമല്ല. ഇങ്ങ് തന്നെ. ചേച്ചി എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? അന്വേഷിക്കണമല്ലോ. ഒരു ജോലി കിട്ടിയെന്നും പറഞ്ഞ് നിന്റെ തോന്നിയാസം ഒന്നും ഇവിടെ ആരും അംഗീകരിച്ചു തരാൻ പോകുന്നില്ല. ദയാ, നീ എന്താ കരുതിയത്? ഞങ്ങളൊക്കെ വെറും മന്ദബുദ്ധികളാണെന്നോ? ആരും അറിയാതെ 10 ലക്ഷം രൂപ ആരോ ഒരാൾ തന്ന് സഹായിക്കുന്നു. പിന്നതെ ഈ ഡയമണ്ട് റിങ്ങും. ഇനിയും എന്തൊക്കെയുണ്ട് ഞങ്ങൾ അറിയാത്ത രഹസ്യങ്ങൾ? ഡി, എങ്ങനെ തോന്നടി നിനക്കിങ്ങനെ? അരക്കിറക്കും പൊട്ടത്തരവും ഒക്കെ കാണിച്ച് നീ ശരിക്കും ഞങ്ങളെ വിഡ്ഢികളാക്കായിരുന്നില്ലേ? ഇനി ഇതൊന്നും അംഗീകരിച്ചു തരാൻ ഇവിടെ ആർക്കും ഉദ്ദേശമില്ല. ലോനച്ചന് കൊടുത്ത കാശും ഈ മോതിരം നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഇതിനുത്തരം പറഞ്ഞിട്ട് നീ ഉറങ്ങിയാ മതി. നാളെ മുതൽ നിന്നെ ജോലിക്ക് വിടണോ വേണ്ടയോന്ന് ഞങ്ങൾ തീരുമാനിക്കും. എല്ലാവർക്കും ഇപ്പൊ എന്താ അറിയേണ്ടത്? എനിക്ക് ഈ മോതിരവും കാശും എവിടെ നിന്ന് കിട്ടിയെന്നല്ലേ? ഞാൻ പറയാം. ആദ്യം ചേച്ചി ആ മോതിരം ഇങ്ങത്താ. ഹാ, ഇത് ഞാൻ പിന്നെ തരാം.
ആദ്യം നീ ചോദിച്ചതിന് സമാധാനം പറ. എന്നോട് മാത്രല്ല, അച്ഛനോടും അമ്മയോടും നടന്നത് എന്താണെന്ന് നീ പറയണം. എന്നിട്ട് ഇത് തരുന്ന കാര്യം ഞാൻ ആലോചിക്കാം. ഹലോ, എന്തായി മോളെ? നീ അവരോടെല്ലാം പറഞ്ഞോ? സംഗതി സക്സസ് ആയോ? എല്ലാം പൊളിഞ്ഞു സലോമി. ഞാൻ ആകെ പെട്ടു നിൽക്കുക. എന്തു പറ്റി? കഥ ചീറ്റി പോയോ? അതല്ല സലോമി, ഞാൻ ഇന്ന് നവീൻ സാറ് തന്ന ഡയമണ്ട് റിങ് ഓഫീസിൽ കൊണ്ടുപോകാൻ മറന്നുപോയി. ചേച്ചി അത് കൈയോടെ പിടിച്ചു. ഇപ്പൊ എനിക്കത് ആര് തന്നാണെന്ന് അറിയണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. അച്ഛനും അമ്മയും എല്ലാം അറിഞ്ഞു. ഇനി അവരോടൊക്കെ എന്തു പറയും? ഓ, നിന്റെ കാര്യം കൊണ്ട് തോറ്റു. നീ ഒരു കാര്യം ചെയ്, കാശിന്റെ കൂട്ടത്തില് ഈ മോതിരം കൂടെ നമുക്ക് ആ ഉണ്ണിമുകുന്ദന്റെ തലയിൽ കെട്ടിവെക്കാം. തൽക്കാലം അതേ നിവൃത്തിയുള്ളൂ. അതെങ്ങനെ ശരിയാവും സലോമി? ഉണ്ണി മുകുന്ദന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ഗിഫ്റ്റ് സ്വീകരിക്കില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നെ എങ്ങനെ? അതെ, ഉണ്ണിമുകുന്ദന്റെ കയ്യിൽ നിന്ന് നീ കാശ് വാങ്ങിയെന്ന് പറയാനല്ലേ പോകുന്നത്. അതുപോലെ ഒരു പ്രത്യേക സാഹചര്യത്തില് അയാളുടെ കയ്യിൽ നിന്ന് മോതിരം വാങ്ങേണ്ടി വന്നു എന്ന് നീ കാച്ചണം. അപ്പൊ പ്രശ്നം കഴിഞ്ഞില്ലേ? പ്രത്യേക സാഹചര്യം എന്ന് പറയുമ്പോ അതെന്ത് സാഹചര്യം? നിന്റെ തലയിൽ ഇടിവെട്ടിയ സാഹചര്യം. ഇനി അതും ഞാൻ നിനക്ക് പറഞ്ഞറിഞ്ഞോ? നീ വലിയ കഥാകാരിയല്ലേ. എന്തെങ്കിലും ഒരു സാഹചര്യം നിന്റെ ഭാവനയിൽ ഒന്ന് വർക്കൗട്ട് ചെയ്യേ കൊച്ചേ. നിന്റെ പൊട്ട സാഹിത്യം കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. ദേ പെണ്ണേ, പറയുമ്പോ കൈയും കാലും വിറയ്ക്കാതെ നല്ല കൂളായിട്ട് പ്രസന്റ് ചെയ്യണം. നിന്റെ ചേച്ചി മൈക്രോസ്കോപ്പും വെച്ചായിരിക്കും നിക്കുന്നേ. തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചാ നീ പതറരുത്. ഉണ്ണിമുകുന്ദന്റെ എപ്പിസോഡ് നല്ല ഞെരുപ്പായിട്ട് പറഞ്ഞു പൊലിപ്പിച്ചേക്കണം, കേട്ടല്ലോ? വേണമെങ്കിൽ ടെൻഷൻ മാറാൻ 2-3 ഡീപ് ബ്രീത്ത് എടുത്തോ. എന്നിട്ട് പോയി ഒരു അലക്കലക്കടി മോളെ. ഓൾ ദി ബെസ്റ്റ് ചക്കരെ. നീ പറഞ്ഞു പേടിപ്പിക്കാതെ. ശരി, ഞാൻ വിളിക്കാം. ഈശ്വര, ഒരു കള്ളത്തുനിന്ന് രക്ഷപ്പെടാൻ എന്തോരം കള്ള പറയേണ്ടി വരുന്നത്. ഒന്നും വേണ്ടായിരുന്നു. അമ്മ ഇത് വരുന്നുണ്ട്. എല്ലാരും എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെയൊക്കെ ഒരുപാട് വിഷമിപ്പിച്ചു എന്നറിയാം. എല്ലാം ഇവിടെ വന്ന് തുറന്നു പറയണമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷെ എല്ലാം അറിയുമ്പോ നിങ്ങളൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പേടിച്ചിട്ടാ ഞാൻ. ദയാ, നിന്റെ സോറി പറച്ചിലും നാടകമൊന്നും ഞങ്ങൾക്ക് കാണണ്ട. ആ കാശും ഈ മോതിരവും നിനക്ക് എവിടെ നിന്ന് കിട്ടി? ആര് തന്നു? അത് മാത്രം അറിഞ്ഞാ മതി. ക്ഷമ, അവള് പറയട്ടെ മോളെ. എന്റെ കഴിഞ്ഞ ബർത്ത്ഡേയുടെ അന്ന് സലോമിയുടെ നിർബന്ധപ്രകാരം ഞാൻ അവൾക്കൊരു ട്രീറ്റ് കൊടുത്തായിരുന്നു. അപ്പോഴാ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ആ ഉണ്ണി മുകുന്ദൻ, അല്ല മുകുന്ദനുണ്ണി ആ വഴിക്ക് വന്നത്. എന്നിട്ട്